ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സഭയുടെ രണ്ട് സാരഥികൾ എന്ന് പറയാവുന്ന വ്യക്തികളെയാണ് ഇന്ന് സഭയിൽ നമ്മൾ ഓർക്കുന്നതും അവരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പീറ്റർ ആൻഡ് പോൾ. പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കാരിസ്മാൻ്റെ സാരഥികളായിട്ട് നമ്മൾ കാണുന്ന രണ്ട് വ്യക്തികളെ നമ്മുടെ കുഴുപ്പിലച്ചനും മഞ്ഞാക്കലച്ചനും. ഭാഗ്യസ്മരണീയനായ കുഴുപ്പിലച്ചൻ, അതുപോലെ തന്നെ മഞ്ഞാക്കലച്ചൻ. ഈ ധ്യാനകേന്ദ്രത്തിന് ആരംഭം കുറിച്ച വ്യക്തി. ഈ രണ്ടുപേരുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പത്രോസ് പൗലോസിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. സഭയുടെ സാരഥികൾ എന്ന് പറയപ്പെടേണ്ട രണ്ട് വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് സാദൃശ്യം ഈ രണ്ട് വ്യക്തികൾക്കുമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേരെയും അപ്പസ്തോലന്മാർ എന്ന് സഭ കരുതുന്നു. അപ്പസ്തോലന്മാർ, ആദ്യത്തെ ലിസ്റ്റിൽ പൗലോസ് ഇല്ലായിരുന്നെങ്കിലും അപ്പസ്തോലന്മാരായിട്ട് കരുതപ്പെടുന്നവരാണ് ഇവർ രണ്ടുപേരും വിശ്വാസ തീഷ്ണതയുള്ള വ്യക്തികളായിരുന്നു. നമുക്കറിയാലോ, അവരുടെ ശുശ്രൂഷ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വിശ്വാസ തീഷ്ണത. ഇവർ രണ്ടുപേരും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ജീവിച്ച വ്യക്തികളാണ്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ പഠനത്തിൽ അത് കാണാൻ പറ്റും, മനോഭാവത്തിൽ അത് കാണാൻ പറ്റും. പത്രോസ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4ഉം 5ഉം അധ്യായങ്ങളിലൂടെ ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. ലീഡേഴ്സിൻ്റെ മുമ്പിൽ നിന്ന് അവൻ പറയുന്നൊരു കാര്യമുണ്ട്: ഞങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളെയാണോ അതോ ദൈവത്തെയാണോ? അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നറിയായിരുന്നു. പത്രോസ് ജയിൽവാസം ഒഴിവാക്കാൻ വേണ്ടി അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടത്തിയില്ല. നമ്മളൊക്കെയാണ് ഒരു സഹനം അല്ലെങ്കിൽ ഒരു ശിക്ഷണം ഒഴിവാക്കാൻ വേണ്ടി നുണയോ തിരിമറിയോ എന്നാ വേണേലും ചെയ്തെന്ന് വരും. പത്രോസ് അങ്ങനെ ഒരിക്കൽ പോലും ചെയ്യാനായിട്ട് അവന് മനസ്സ് വന്നില്ല. അവൻ പറഞ്ഞു, നിങ്ങൾ ജയിലിലിടണമെങ്കിൽ ജയിലിലിട്ടോ, കൊല്ലണമെങ്കിൽ കൊന്നോ, പക്ഷേ ഞാൻ പറയാനുള്ളത് പറയും. ഞാൻ സത്യത്തിന് കൂട്ടു നിൽക്കും. അങ്ങനെ തനിക്ക് വേണ്ടി ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് പത്രോസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അവസാനം പുള്ളി മരണപ്പെടുന്ന സമയത്ത് പോലും പറഞ്ഞൊരു കാര്യം: എൻ്റെ ഗുരുനാഥൻ കിടന്നതുപോലെ കിടക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് ഒരു ഉപകാരം ചെയ്യാവോ? കുരിശെ തറച്ചു കഴിയുമ്പം ആ കുരിശോടുകൂടി എന്നെ ഒന്ന് തലയും കുത്തി നിർത്തിയാൽ, കാരണം എൻ്റെ ഗുരുനാഥൻ നേരെ കിടന്നു. അങ്ങനെ കിടക്കാനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ തലകുത്തി കിടന്നോളാം. എത്രമാത്രം പത്രോസ് സഭയെ സ്നേഹിച്ചു, ക്രിസ്തുവിനെ സ്നേഹിച്ചു എന്നുള്ളത് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ ആ മനുഷ്യൻ പറയാണ്, എനിക്കൊരു വെളിപാടുണ്ടായി. ആ വെളിപാടിൽ എനിക്ക് മനസ്സിലായി, ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് വരാനിരിക്കുന്നത് കാരാഗ്രഹം, പീഡനം, മരണം, ഇതൊക്കെയാണ് എനിക്ക് വരാനിരിക്കുന്നത്. നമ്മളാണ് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കാനുള്ള വഴിയുണ്ടോ എന്ന് നോക്കും. വക്കീലിനെ ആണെങ്കിലും കണ്ടിട്ട് നമുക്കിതിനകത്തുനിന്ന് പുറത്തു വരാനുള്ള മാർഗം എന്താണെന്ന് അന്വേഷിക്കും. പൗലോസിലെ പറഞ്ഞൊരു കാര്യമുണ്ട്: ഇതൊക്കെയാണ് വരാനിരിക്കുന്നതെങ്കിലും ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. ഇത് കണ്ടൊന്നും ഞാൻ പേടിച്ചോടത്തില്ല. ശരിക്കും ക്രിസ്ത്യാനി എന്ന പേര് ഭീരുക്കൾക്ക് ചേർന്നതാണോ? ക്രിസ്ത്യാനി എന്ന പേര്, ഒരു ക്രിസ്ത്യാനി ധൈര്യശാലിയായിരിക്കണം. മരണത്തെ നേരിടണോ? മരണത്തെ നേരിടും. പൗലോസ്ലീഹ റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അത് ഇതുപോലത്തെ അഭിഷേകമുള്ളവർക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അദ്ദേഹം പറഞ്ഞൊരു കാര്യം: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? സഹനമോ, പീഡനമോ, പട്ടിണിയോ, പഞ്ഞമോ, ആപത്തോ, നഗ്നതയോ, വാളോ ഈ ലോകത്തിനോ മരണത്തിന് പോലും പറ്റില്ല. ഇവിടെ എത്തിയവർക്ക് ആരെ പേടിക്കണം? ആരെ പേടിക്കണ്ട. മരണത്തെ പേടിക്കുമോ? ഒരിക്കലും ഇല്ല. ശത്രുക്കളെ പേടിക്കുമോ? ഒരിക്കലും ഇല്ല. രോഗത്തെ പേടിക്കുമോ? ഇല്ല. അകാല മരണത്തെ പേടിക്കുമോ? ഒരിക്കലും ഇല്ല. അതിന് ഈ അഭിഷേകം ഉണ്ടാകണം. അതിന് ഈ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണം. നമുക്ക് പ്രധാനപ്പെട്ടത് ഈ ഭൂമിയിലുള്ള ജീവിതമല്ല, മരണാനന്തര ജീവിതമാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് അഭിഷേകം വരും. അഭിഷേകമുള്ളവർക്ക് ഇതുപോലെ പറയാൻ പറ്റും: ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആർക്കും എന്നെ വേർപെടുത്താൻ പറ്റത്തില്ല.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു പാപത്തിൽ വീഴുന്നതിനേക്കാൾ മരണമാണ് ഞാൻ കൊതിക്കുന്നത്. 12 വയസ്സ് അടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, മരിയ വരെ എത്തി. ആ 12 വയസ്സുകാരിക്ക് വിളിച്ചു പറയാൻ പറ്റിയ ഒരു കാര്യമാണ്, പാപത്തിൽ വീഴുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മരിച്ചു വീഴുന്നതാണ്, മരണം. അതാണ് എനിക്കിഷ്ടം എന്ന് പറയാൻ പറ്റിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, ഏത് പ്രായത്തിലും നമുക്ക് ആത്മീയതയുള്ളവരായിട്ട് മാറാൻ പറ്റും, ആത്മീയ മനുഷ്യരെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പത്രോസ് പൗലോസിൻ്റെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. അവർ സ്വയം മറന്ന് ദൈവത്തിന് വേണ്ടി ജീവിച്ചു, സ്വർഗത്തിന് വേണ്ടി ജീവിച്ചു. ഈ ഭൂമിയിൽ അതിന് എന്ത് വില കൊടുക്കണമെങ്കിലും അത് കൊടുക്കാൻ സന്നദ്ധരായി. നമ്മൾ കാണുന്നുണ്ട്, പത്രോസും പൗലോസും പല പ്രാവശ്യം ജയിലിൽ കിടന്നവരാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം. പത്രോസും പൗലോസും നമ്മൾ ആദ്യ വായനയിൽ നമ്മൾ കേട്ടോ, അത്ഭുതകരമായിട്ട് ദൈവം ആ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്നത്. നമുക്കൊരു പ്രശ്നമുണ്ടോ? നമുക്ക് നമ്മുടെ ഉറ്റവർക്ക് ഉടയവർക്ക് ഒരു പ്രശ്നമുണ്ടോ? പരിഹാരമാർഗം എന്താണെന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 12. ഉള്ളൊരുകി പ്രാർത്ഥിക്കുക. നീറുന്ന പ്രശ്നമാണേലും ഉള്ളൊരുകി പ്രാർത്ഥിക്കുക, ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മൾ കാണുന്ന രണ്ടുപേരും സഭയുടെ നെടുന്തൂണുകളായിട്ട് ഇന്ന് കരുതപ്പെടുന്നു. രണ്ടുപേർക്കും മരിച്ചു കിടന്നവരെ ജീവനിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ശക്തിയും കൃപയും ഉണ്ടായിരുന്നു. ഇതെല്ലാം വചനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. പത്രോസ് തബീത്തായെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നു. യൗത്തിക്കോസിനെ പൗലോസ് വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നു. ഇതെല്ലാം ബൈബിളിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. ഇവരെ പോലെ ജീവിച്ചാൽ, ഇവരെ പോലെ നമുക്കും അഭിഷേകമുള്ളവരാകാനും പ്രവർത്തിക്കാനും പറ്റും എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.